ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ലഡുവാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ലഡുവിൻ്റെ അപ്പോൾ ഇതൊരു 200 ഗ്രാം കടലമാവാണ്. നമ്മളിത് അരിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്, ഏലക്കപ്പൊടിയാണ്. അതുപോലെ ഒരു 1/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, നട്ട്സ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി. നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഈ കടലമാവ് നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് കലക്കിയെടുക്കണം. ഒരു ഇഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കണം. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കടലമാവൊക്കെ നമ്മൾ നന്നായിട്ട് നല്ല മിക്സാക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ വിസ്കോ തവിയോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സിറപ്പ് ഉണ്ടാക്കാനുള്ളൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഈ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇടാം. അത് നമുക്കൊരു ലേശം വെള്ളം നമുക്ക് ഒഴിച്ചിടുക. മതിയാവും. നമുക്ക് ഈ ചട്ടി കത്തിച്ച് അടുപ്പ് കത്തിച്ച ശേഷം നമുക്ക് ഉരുക്കിയെടുക്കാം പഞ്ചസാര. അപ്പോൾ നമുക്ക് പഞ്ചസാര നമുക്കൊന്ന് സിറപ്പാക്കി എടുക്കാം. നല്ലപോലെ തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. നല്ലപോലെ സിറപ്പൊക്കെ നല്ല പരുവമായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തേക്കാം. നമുക്കിത് മാറ്റി വെക്കാം. ചട്ടിയൊക്കെ വെച്ച് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാം ഓയിലാണ്. പാം ഓയിലോ സൺഫ്ലവറോ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേലെ ഒരു തവി എടുക്കണം. ഇതിൽ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് നമുക്ക് തവിയിൽ കുറച്ച് കോരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ളൊരു ഫ്രൈ ചെയ്ത് മാറ്റുവാണെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള സാധനം ഇങ്ങനെ കുറേശ്ശെ കോരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. നമുക്ക് പരുവുണ്ട്. ആ പരുവത്തിൽ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ ആവട്ടെ. ഇത് ഏകദേശമായിട്ടുണ്ട്. ഇത് കോര നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം.
മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ബാക്കിയോടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇവിടെ ചെയ്യാം. നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് നമ്മുടെ പഞ്ചസാര സിറപ്പിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിനകത്ത് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് നെയ്ക്കകത്തിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം. നമുക്ക് ലേശം നെയ്യ് ചേർക്കാം. നമുക്കിതിലേക്ക് 5-6 അണ്ടിപ്പരിപ്പും നമ്മുടെ നട്ട്സും അണ്ടിപ്പരിപ്പും നമുക്ക് അങ്ങോട്ട് നെയ്ക്കകത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. നെയ്യും ഇതിനകത്തിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കൊരു കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇവിടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെച്ചേക്കാം. അതിന് ചെറിയൊരു ചൂടാറിയ ശേഷം നമുക്കിത് ഉരുളകളാക്കാം. നമ്മുടെ ലഡുവിൻ്റെ എല്ലാം ഏകദേശം തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, ചെറിയ ചൂട് വേണം. അപ്പം നമുക്കിത് ഉരുളയാക്കാം, ലഡുവാക്കിയാക്കാം. നന്നായിട്ട് കൈ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് നല്ലോണം ഉരുട്ടിയെടുക്കാം. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഈ ഒരു രൂപത്തിൽ നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇതുപോലെ നമുക്ക് ഇത് മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഡു റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.